ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്തായാലും ഈ ജലപീരങ്കിയിലൊന്നും തീർക്കാൻ പറ്റുന്ന ഒരു രോഷമല്ല വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ളത്. കാരണം അവരുടെ പ്രവർത്തകരെ ഒരു തീവ്രവാദികളെയൊക്കെ കൊണ്ടുപോകുന്ന സമാനമായി മുഖം മൂടി ധരിപ്പിച്ച് കൊണ്ടുപോയ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ കോലം കത്തിച്ചതിന് ശേഷവും ആ വെറി അടങ്ങുന്നില്ല. തീർച്ചയായും പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥി നേതാക്കളുടെ, വിദ്യാർത്ഥി പ്രവർത്തകരുടെ മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് രുചീഷ്. മൂന്ന് വട്ടമാണ് KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ലെവിൻ, മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാൻ തയ്യാറല്ല KSU പ്രവർത്തകർ. കാരണം വലിയ പ്രതിഷേധം തന്നെ നടത്തുകയാണ്. ആ SHOയ്ക്ക് കൃത്യമായ ഉത്തരം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം, അദ്ദേഹം കാണിച്ച ആ പ്രവൃത്തിയോട് ഉള്ള എല്ലാ എതിർപ്പും കൃത്യമായി നടക്കുകയാണ് അവിടെ. ആ ബാരിക്കേഡ് ഇപ്പോൾ തള്ളിമറിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം കരുതുന്നു. നാലാം വട്ടത്തിലും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇത്തരത്തിൽ 4 വട്ടമൊക്കെ ഒരു പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക അത്യപൂർവം സാഹചര്യങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ ഇത് വളരെ വലിയ കടുത്ത പ്രതിഷേധമായി KSU ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പറയാനുള്ളത് KSUയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുകയും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ എതിർപ്പിനെ വകവയ്ക്കാതെ വീണ്ടും അതേ സമീപനം സ്വീകരിക്കുകയും ചെയ്ത വടക്കാഞ്ചേരി പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തിക്കൊണ്ടുള്ള ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ പിരിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം 3 വട്ടമാണ് പോലീസ് നൽകിയത്. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിയാൻ പ്രവർത്തകർ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. KSU നേതാക്കൾ, KSU പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. മുൻപ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴൊക്കെ തിരിഞ്ഞു പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അതൊന്നും കൂട്ടാക്കാൻ വഴങ്ങാൻ ഇവർ തയ്യാറായില്ല.
അതിനിടയിൽ ബാരിക്കേഡിന്റെ കയറുകൾ മുറിച്ചുകൊണ്ട് ബാരിക്കേഡ് പൂർണ്ണമായും തകർത്ത് നിലത്തേക്ക് തള്ളിയിട്ട നിലയിലാണുള്ളത്. ഇനി ഇത് മറികടന്നാൽ ലാത്തി ചാർജിനുള്ള ഒരുക്കമാണ് പോലീസ് ചെയ്യുന്നത്. ഏതായാലും ആ പോലീസിന്റെ ബാരിക്കേഡിന്റെ ഒരു ഭാഗം കൂടി അവശേഷിക്കുന്നുണ്ട്. അതുകൂടി നിലത്തേക്ക് തള്ളിയിടാനുള്ള ശ്രമത്തിലാണ്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോയാൽ പ്രവർത്തകരെ ലാത്തി ചാർജ് നടത്താനുള്ള വലിയ ശ്രമത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മുരുക്കത്തിൽ തന്നെയാണ് പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ആ ബാരിക്കേഡിന്റെ ശേഷിക്കുന്ന ഭാഗം കൂടി പ്രവർത്തകർ തള്ളി മാറ്റിയിട്ടുണ്ട്. കയറുകൾ മുറിച്ചു മാറ്റി ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാനുള്ളത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള ആളുകൾ പോലീസിന് നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നു. വീണ്ടും മുന്നറിയിപ്പ് നിർദ്ദേശം പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. KSUവിന്റെ പതാകയടക്കം വീശിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 വട്ടമാണ് ഇതിനിടയിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. KSU പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ നിന്നും ഈ ബാരിക്കേഡ് പോലീസ് റോഡ് തടസ്സപ്പെടുത്തി ബാരിക്കേഡ് മാറ്റുന്നു. ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് വളരെ അടുത്ത കാലത്തൊന്നും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ടിയർ ഗ്യാസ് പോലീസ് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഗ്യാസ് കോപ്പരിച്ചതോടുകൂടി പ്രവർത്തകർ പുറത്തേക്ക് മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഇവിടെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പോലീസിന് നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാം. ഏതായാലും ടിയർ ഗ്യാസ് കൂടി പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഈ വടക്കാഞ്ചേരി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏതായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. KSUവിന്റെ പ്രവർത്തകർ സംസ്ഥാന നേതാക്കളടക്കം സംഘടിച്ചു നിന്നുകൊണ്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് ഉയർത്തിയ പിരിഞ്ഞു പോകണമെന്നുള്ള ബാനർ വലിച്ചു കീറി എറിയുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പോലീസിനെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്കൊടുവിൽ ഇപ്പോൾ പ്രതിഷേധ പാട്ടുകൾ കൂടി പാടി പോലീസിനെ പരമാവധി ഈ പ്രതിഷേധം അറിയിക്കുകയാണ് KSUവിന്റെ പ്രവർത്തകർ. ഏതായാലും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ നിലനിർത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകും. KSU വിദ്യാർത്ഥി പ്രവർത്തകരാണ്. അതിൽ ഒരു പരിധി കടന്നുള്ള ലാത്തിച്ചാർജോ മറ്റോ നടത്താതെ, അല്ലെങ്കിൽ ഇത്രയുമേറെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലും വളരെ സംയമനത്തോടുകൂടിയാണ് പോലീസ് ഇടപെടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളിലൊക്കെ ലാത്തി ചാർജ് നടത്തുന്നത് അല്ലെങ്കിൽ ലാത്തി ചാർജിലേക്ക് കടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള പരിഗണനയും മാത്രമല്ല ഈ പ്രതിഷേധത്തിന്റെ വലിയ തീവ്രതയും അത് സംസ്ഥാന വ്യാപകമായി ചർച്ചയായ സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലാത്തി ചാർജ് നടത്താതെ പരമാവധി സംയമനം പാലിച്ചു നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ മറികടന്നും തള്ളിയുമൊക്കെ മുന്നോട്ട് പോകാൻ ഇപ്പോഴും KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് വഴങ്ങാതെ പോലീസ് അവരെ മുന്നോട്ട് കടക്കാൻ അനുവദിക്കാതെ ചുറ്റോട് ചുറ്റും നിന്നുകൊണ്ടുള്ള ഒരു മതില് പോലെ മനുഷ്യ മതില് പോലെ നിന്നുകൊണ്ട് പ്രതിഷേധക്കാരെ തടയാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഏതായാലും മറ്റൊരു ഭാഗത്ത് കൂടി ധാരാളം പ്രവർത്തകരുണ്ട്, KSUവിന്റെ പ്രവർത്തകരുണ്ട്. ടിയർ ഗ്യാസ് എറിഞ്ഞതിന് ശേഷം പോലീസ് പ്രയോഗിച്ചതിന് ശേഷം മറ്റ് ഭാഗങ്ങളിലേക്ക് ഇവർ കടക്കുകയാണ്. അതായത് ഉണ്ടും തള്ളും എത്തുന്നു. മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് തള്ളി മുന്നോട്ട് മാറ്റുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ ഇവരെ മുന്നോട്ട് കടക്കാൻ അനുവദിക്കാതെ തള്ളി മാറ്റുന്നു. ഏതായാലും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പോലീസിന് ബലം പ്രയോഗിച്ച് തന്നെ അവരെ തള്ളി മാറ്റുന്നു. പക്ഷേ ഇതുവരെയും ഒരു ലാത്തി ചാർജിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പോലീസ് ഇവിടെ കാട്ടുന്ന സംയമനം എടുത്തു പറയേണ്ടതാണ്. വളരെ സംയമനത്തോടുകൂടി തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ നോക്കിക്കാണുന്നു. വലിയ പ്രതിഷേധം, വലിയ പ്രകോപനമൊക്കെ ഉണ്ടായിട്ടും അതിൽ കാര്യമായി ഇടപെടാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ മറുപടി എന്നുള്ള നിലയിൽ അതേ നിലയിൽ ഇടപെടാതെ പോലീസ് കാട്ടുന്ന സംയമനം എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഇന്ന് 11:30യോടുകൂടിയാണ് ആ പ്രതിഷേധം ഇവിടേക്ക് എത്തിയത്. പ്രതിഷേധം എത്തിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ അക്രമാസക്തരായി ആ നിലയിലേക്കുള്ളാണ് KSUവിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനമുണ്ടായത്. പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് വടക്കാഞ്ചേരി SHO ഷാജഹാൻ അടക്കമുള്ള ആളുകളെ അസഭ്യപരമായ രീതിയിൽ സംസാരിക്കുകയും പ്രകോപിപ്പിക്കുകയും പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തു. തൊട്ടു പിന്നാലെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. കൊടിതോരണങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട്
പോലീസിനെ പ്രയോഗിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നു. ഇതിനിടയിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പലവട്ടം പോലീസ് നൽകി. ഇതൊന്നും കൂട്ടാക്കാൻ തയ്യാറാകാതെ ബാരിക്കേഡ് തകർത്ത് മുന്നേറാനുള്ള ശ്രമമാണ് പോലീസിന്റെ KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൊട്ടുപിന്നാലെ ഉദ്ഘാടന പ്രസംഗം നടന്നു. ഉദ്ഘാടന പ്രസംഗത്തിലും പ്രകോപനപരമായ സംസാരങ്ങൾ ഉണ്ടായി. KSU സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഒക്കെ പോലീസിനെയും വടക്കാഞ്ചേരി SHOയും ഒക്കെ മോശമായ ഭാഷയിൽ അല്ലെങ്കിൽ ആ പ്രകോപനപരമായ ഭാഷയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും മറ്റുമാണ് നടന്നത്. ഇതിനുശേഷമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യഘട്ടം ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ നിലയുറയ്ക്കുകയും ചെയ്തു. പിന്നാലെ വീണ്ടും രണ്ടാം വട്ടം പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി ഉണ്ടായി. 3ഉം 4ഉം വട്ടങ്ങളിലായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഒട്ടും പ്രതിഷേധത്തിന് അയവ് വരുത്താതെ തങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ള KSU നേതാവിനുണ്ടായ വലിയ ബുദ്ധിമുട്ടിനെ പ്രതിഷേധം എന്നുള്ള നിലയിൽ പ്രവർത്തകർ വീണ്ടും 4 വട്ടത്തെ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും ഇവിടെ തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിനിടയിൽ ബാരിക്കേഡിന്റെ കയറുകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ബാരിക്കേഡ് പൂർണ്ണമായും തകർത്ത് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് പ്രവർത്തകരെത്തി. ആ പ്രവർത്തകരെത്തിയതിനു ശേഷം അവർക്ക് സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ ബാരിക്കേഡ് തകർത്തു വരുന്ന പ്രവർത്തകരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി ചാർജ് പ്രയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോലീസ്